ഷീജ, അതായത് ഗവർണർ ഒപ്പുവെച്ചല്ലോ, അല്ലെങ്കിൽ ശേഷാദ്രിനാഥൻ്റെ നിയമനം ഗവർണർ അംഗീകരിച്ചല്ലോ. സർക്കാരിനുള്ളിൽ PM നിയാസിൻ്റെ പരാതി അതൊരുപക്ഷെ പുനഃപരിശോധന സമ്മർദ്ദം ശക്തമാകുമെന്നൊക്കെ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ ഈ ഉത്തരവിലേക്ക് ഗവർണർ ഒപ്പുവെച്ചിട്ടുള്ളത്? ഏതായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥിന്റെ നിയമനം അതിപ്പോൾ ഗവർണർ അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗമായിരുന്നു ഈ ഒരു തീരുമാനം. അതും ഔട്ട് ഓഫ് അജണ്ടയായി മുഖ്യമന്ത്രി കൊണ്ടുവന്നൊരു നീക്കമായിരുന്നു അത്. മുഖ്യമന്ത്രി ഔട്ട് ഓഫ് അജണ്ടയായി വിഷയം കൊണ്ടുവരുന്നു, ആ തീരുമാനം ഉണ്ടാകുന്നു. തീരുമാനം എടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കുന്നു. അതിന് പിന്നാലെയാണ് നമ്മൾ ഈ കണ്ടത്. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള വിയോജിപ്പ്, എതിർപ്പ് അതൊക്കെ രംഗത്ത് വരുന്നത്. PM നിയാസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷാദ്രിനാഥിന്റെ സംഘപരിവാർ ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അടക്കം കൈമാറിയിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പലതവണ ശ്രമിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി അതിന് സമയം അനുവദിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള തർക്കവും അതൃപ്തിയും അടക്കം പുകയുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലൊരു പുനഃപരിശോധന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഇത് എത്രയും വേഗത്തിൽ നടപ്പാക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ലോക് ഭവനിലേക്ക് അയച്ചതും. അതാണ് ഇപ്പോൾ ഗവർണർ ഒപ്പുവെച്ച് തീരുമാനമായിരിക്കുന്നത്. ശരത്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഷീജ ഇപ്പോൾ പങ്കുവച്ചത്. അതായത് വളരെ വ്യക്തമായ പരാതി, അതും KPCC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വരെ ഈ വിഷയം വരുന്നു. ദീപദാസ് മുൻഷി എന്ന ACC ജനറൽ സെക്രട്ടറി വരെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും തീരുമാനം പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും വോട്ട് ചോരി പോലെ ഒരു പ്രധാന പ്രശ്നം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സംഘപരിവാർ അനുഭാവമുള്ള ആഭിമുഖ്യമുള്ളവർ കൂടുതലായി കടന്നു വരുന്നതിൻ്റെ ആശങ്കകൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുമ്പോഴാണ് ആ ഫയൽ അതിവേഗം ലോക് ഭവനിൽ എത്തിച്ചതും ഗവർണർ ഉത്തരവിടുകയും അല്ലെങ്കിൽ അതിൽ ഒപ്പുവെച്ച് അത് ഉത്തരവാവുകയും ചെയ്തിട്ടുള്ളത് എന്നുകൂടി കാണേണ്ടതുണ്ട്.